പിതാവായ ദൈവത്തിൻ്റെ പകരക്കാരനും പുത്രനായ ദൈവത്തിൻ്റെ വളർത്തുപിതാവും പരിശുദ്ധാത്മ ദൈവത്തിൻ്റെ പ്രിയ മണവാട്ടിയുടെ സംരക്ഷകനുമായ രക്ഷാകരമായ സംഭവത്തിൽ പ്രവർത്തിച്ച മാർ യൗസേപ്പ് ഒരു ദൈവീക രഹസ്യമാണ്. നീതിമാൻ എന്ന ഒറ്റ വാക്കിലാണ് സുവിശേഷം ആ വത്സല പിതാവിനെ സംഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലെ തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിനെക്കുറിച്ചുള്ള അനുസ്മരണം തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ലൂക്ക 1:46 മുതലുള്ള വചനങ്ങൾ: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. എല്ലാ തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് വിളിക്കും. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കുറിച്ചുള്ള പ്രത്യേക അനുസ്മരണവും ധ്യാനവും നടക്കുന്ന ഈ വർഷത്തിൽ വാസ്തവത്തിൽ മറിയം കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട വ്യക്തി മാർ യൗസേപ്പ് പിതാവാണെന്ന് തിരിച്ചറിയുവാൻ, ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കും. കാരണം അനേകം പ്രവാചകന്മാരും ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധരും പഴയ നിയമകാലത്ത് ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച ആ ദൈവപുത്രനെ ഇതാ യൗസേപ്പ് പിതാവ് കൈകളിലെടുക്കുകയും പരിചരിക്കുകയും അനേക വർഷങ്ങൾ ഈശോയോടുകൂടെ, ദൈവപുത്രനോടുകൂടെ വസിക്കുകയും ദൈവപുത്രൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടുകൂടെ ജീവിക്കുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. എൻ്റെ ഈ വ്യക്തിപരമായ ജീവിതത്തിൽ യൗസേപ്പ് പിതാവിനോട് എനിക്ക് വലിയ ഭക്തിയാണ്. അത് പ്രത്യേകമായിട്ട് കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ പിതാവിൻ്റെ പേര് ജോസഫ് എന്നായിരുന്നു. എൻ്റെ മൂത്ത സഹോദരൻ ജോസഫാണ്. ഞാൻ ജനിച്ചു വളർന്നത് യൗസേപ്പ് പിതാവിന് വേണ്ടി സമർപ്പിതമായിട്ടുള്ളൊരു ഇടവകയിലാണ്, സെയിൻറ്റ് ജോസഫ്സ് ലാറ്റിൻ ചർച്ച് മതിലകം. ഇന്നുവരെയുള്ള ജീവിതത്തിലേക്ക് ഞാൻ കണ്ണോടിക്കുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നെനിക്ക് പറയുവാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഭക്തി കൂടാതെ ഒരു വൈദികൻ എന്ന നിലയിൽ കൂടുതലായിട്ട് യൗസേപ്പ് പിതാവിനെ പറ്റി പഠിക്കുവാൻ സാധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയുടെ ആഴവും വലുപ്പവും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ലോകമാകുന്ന സാഗരത്തിലൂടെയുള്ള യാത്രയിൽ സഭ വലിയ വെല്ലുവിളികളെ നേരിട്ടപ്പോഴെല്ലാം സഭയുടെ വലിയ മുക്കുവന്മാരായ പാപ്പമാർ സഭാനൗകയെ മാർ യൗസേപ്പിൻ്റെ പ്രത്യേക സമർപ്പണത്തിനായാണ് സമർപ്പിച്ചത്. പല വിധത്തിലുള്ള ആക്രമണങ്ങളാലും ബുദ്ധിമുട്ടിയിരുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പിയൂസ് 9 മാർപ്പാപ്പ തൻ്റെ സഭാഭരണം കൊണ്ടുപോകുന്നത്. യൂറോപ്പിൽ നിലനിന്നിരുന്ന ആഭ്യന്തര യുദ്ധങ്ങൾ, പേപ്പൽ സ്റ്റേറ്റുകൾക്കെതിരായിട്ടുള്ള യൂറോപ്പിലെ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ, അന്ന് നിലനിന്നിരുന്ന ആൻറ്റി ക്ലെറിക്കലിസം, ലിബറലിസം, അതുപോലെ സന്യാസ സഭകളുടെ വസ്തുവകകൾ പല വിധത്തിൽ അവർ നശിപ്പിച്ചിരുന്നു. പല പുരോഹിതരെയും നാടുകടത്തിയിരുന്നു. അതുപോലെ തന്നെ യൂറോപ്പിലെ മെത്രാന്മാരുടെ നിയമനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടിരുന്നു. പരിശുദ്ധ പിതാവിനെ തന്നെ വത്തിക്കാനിൽ ജയിലിലാക്കുന്ന അവസരങ്ങളുണ്ട്. അദ്ദേഹം അവിടെ നിന്നും ഓടി ഒളിക്കുന്ന രംഗങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് പിയൂസ് 9 മാർപ്പാപ്പ തൻ്റെ സഭാഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്നും സഭയെ രക്ഷിക്കുന്നതിനും സഭയെ വിശുദ്ധീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടിയാണ് പിയൂസ് 9 മാർപ്പാപ്പ 1869 ഒന്നാം വത്തിക്കാൻ സൂനഹദോസ് വിളിച്ചു കൂട്ടുന്നത്. സൂനഹദോസിൽ ഒന്നിച്ചുകൂടിയ 153 മെത്രാന്മാരും അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത സന്യാസ സഭകളുടെ മേലധികാരികളും ഒന്നടക്കം
പിയൂസ് പാപ്പയോട് ആവശ്യപ്പെടുന്നുണ്ട്, കത്തോലിക്ക സഭയെ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് യൗസേപ്പ് പിതാവിനെ തിരുസഭയുടെ പാലകനായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. അന്ന് നിലനിന്നിരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളുടെ ഇടയിൽ ഈ ഒരു പ്രഖ്യാപനം സൂനഹദോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടത്തുവാനായിട്ട് മാർപ്പാപ്പയ്ക്ക് സാധിക്കുന്നില്ല. സൂനഹദോസിന് ശേഷം 1870 ഡിസംബർ 8-ാം തീയതിയാണ് തിരുസഭയുടെ പാലകനായി കേമാദ് മോദു ദേവൂസ് എന്ന ഡിഗ്രിയിലൂടെ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ തിരുസഭയുടെ പാലകനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിന് അടിസ്ഥാനപരമായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്ന ചില രംഗങ്ങളാണ് പരിശുദ്ധ പിതാവ് എടുത്തിട്ടുള്ളത്. അതായത് ഹെറോദേസിൻ്റെ കരങ്ങളിൽ നിന്നും യേശുവിനെ സംരക്ഷിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവാണ്. ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തിരുസഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ഭൗതിക ശരീരമാണ്. അപ്പം ഭൗതിക ശരീരത്തിന് സംഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അതിനെ സംരക്ഷിക്കുവാനായിട്ടുള്ള ശക്തി വിശുദ്ധ യൗസേപ്പ് പിതാവിനുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് സഭയെ പൂർണ്ണമായി യൗസേപ്പ് പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഭയുടെ പാലകനായിട്ട് പ്രഖ്യാപിക്കുന്നത്. യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ഒരു വിശിഷ്ട സത്യമുണ്ട്. ദൈവപുത്രനായ ഈശോയോട് കൽപ്പിക്കുവാൻ ദൈവം അധികാരം നൽകിയ ഏക മനുഷ്യനായിരുന്നു ദാവീദിൻ്റെ വംശജനായ ബെത്ലഹേംകാരൻ യൗസേപ്പ്. സ്വപ്നത്തിലൂടെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചപ്പോൾ സംശയലേശം എന്നിയെ ആ സന്ദേശം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവവുമായിട്ടുള്ള സംസർഗവും ദൈവവചനവുമായിട്ടും ദൈവസ്വരം ശ്രവിക്കുന്നതിലും യൗസേപ്പ് വളർന്നിരുന്നു. ഇതിൽ നമുക്ക് ആനന്ദിക്കാം. ഉടനടിയുള്ള അനുസരണം, അത് ഒരു സ്വയമായിട്ടുള്ള ആത്മീയ ദാഹവും പരിശീലനവും ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. ഉണ്ണീശോയുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ഒപ്പം ഔസേപ്പ് പിതാവ് നടത്തിയ സഹന വഴികളുടെ ആഴവും വ്യാപ്തിയും വിശുദ്ധ ഗ്രന്ഥത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സീസറിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കണക്കെടുപ്പിന് വേണ്ടി ഗർഭവതിയായ പരിശുദ്ധ അമ്മയെയും കൂട്ടിക്കൊണ്ട് യോസഫ് നടത്തുന്ന ബെത്ലഹേമിലേക്കുള്ള യാത്ര. രണ്ടാമത് നമ്മൾ കാണുന്നത് ദൈവപുത്രനായ മിശിഹായിക്ക് ജന്മം നൽകുവാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന യൗസേപ്പ് പിതാവ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഹെറോദേസ് രാജാവ് ശിശുവിനെ വധിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാലാഖയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ശിശുവായ യേശുവിനെയും അമ്മയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്. ഈജിപ്തിൽ ഒരു പരദേശിയായി യൗസേപ്പ് പിതാവും കുടുംബവും ജീവിക്കുകയാണ്. അവിടെ ഒരു തൊഴിൽ അന്വേഷിക്കുന്നു, ഒരു വീട് അന്വേഷിക്കുന്നു. അങ്ങനെ അവിടെ സ്ഥിരതാമസം തുടങ്ങുന്ന യൗസേപ്പ് പിതാവിനെ വീണ്ടും ദൈവത്തിൻ്റെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് നസ്രത്തിലേക്ക് തിരിച്ചുവിടുകയാണ്. നസ്രത്തിൽ വന്ന് നസ്രായനായി ജീവിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തോട് പൂർണ്ണമായി സമ്മതം നൽകിക്കൊണ്ട് ഓരോ ജീവിത സാഹചര്യങ്ങളെയും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ സ്വീകരിച്ചുകൊണ്ട് യൗസേപ്പ് പിതാവ് അനുദിന ജീവിതത്തിൽ പറയുന്നൊരു കാര്യമാണ്, ഇതാ ദൈവത്തിൻ്റെ ദാസൻ, ഇതാ ഞാൻ വരുന്നു നിന്റെ ഹിതം നിറവേറ്റുവാൻ. സെറാഫുകൾ വൻചിറകിൽ വഹിക്കുന്നത് പോലെയാണ് യൗസേപ്പ് മാതാവിനെയും ഉണ്ണിയെയും തൻ്റെ പൊൻകരങ്ങളാൽ ഭൂമിയിൽ കാത്തു സംരക്ഷിച്ചത്. ലോകചരിത്രത്തിൽ ദൈവപുത്രനായ ഈശോ മിശിഹായുടെയും അവിടുത്തെ അമ്മയും കഴിഞ്ഞാൽ
പിതാവായ ദൈവം ഏറ്റവും അധികം വിശ്വസിച്ച് സ്നേഹിച്ച വ്യക്തിയായിരുന്നു മാർ യൗസേപ്പ്. ഒരു നിസ്സാര കാര്യമല്ലിത്. കൊടും തണുപ്പ് രാത്രിയിൽ, പകല് കൊടും ചൂട്, മരുഭൂമിയിലുള്ള യാത്ര അല്ലെങ്കിൽ വനപ്രദേശങ്ങളിലുള്ള യാത്ര. എങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതുപോലെ ദൈവത്തിൻ്റെ മാലാഖമാർ അവരുടെ മുമ്പിൽ അകമ്പടി സേവിച്ച് കാണും, അവരെ ആശ്വസിപ്പിച്ച് കാണും. എങ്കിലും കഠിനമായ സഹനത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും തിരുക്കുടുംബം പോകണമെന്ന്, ദാരിദ്ര്യത്തിലൂടെയും സഹനത്തിലൂടെയും പോകുന്ന എല്ലാവർക്കും മാതൃകയാകണമെന്ന് പിതാവ് നിശ്ചയിച്ചതുകൊണ്ട് ബെത്ലഹേമിൽ നിന്ന് 400 മൈൽ അകലേക്ക് കഠിനമായ സഹനത്തിലൂടെ അവർ യാത്ര ചെയ്യേണ്ടി വന്നു. ഈജിപ്തിൽ എത്തിച്ചേർന്ന ശേഷം വളരെ കഷ്ടപ്പാടുകളിലൂടെ ജീവിതം നയിച്ച് ഏതാണ്ട് 8 വർഷത്തോളം അവിടെ താമസിച്ച് കാണുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ. ഹെറോദോസ് രാജാവിൻ്റെ വാളിൽ നിന്നും മാത്രമല്ല, ലോകത്തിൽ നിന്നും നേരിട്ട സകല വെല്ലുവിളികളിൽ നിന്നുമാണ് തിരുക്കുമാരനെയും പരിശുദ്ധ അമ്മയെയും ജോസഫ് കാത്തു സംരക്ഷിച്ചത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദേവാലയത്തിൽ നഷ്ടപ്പെട്ട യേശുവിനെ പറ്റി വിവരിക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷകൻ പറയുന്നുണ്ട്, അവൻ നസ്രത്തിലേക്ക് വന്ന് അവർക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. വിശുദ്ധ അഗസ്റ്റീനോസ് ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഒരു കാര്യം: ആർക്ക് വിധേയപ്പെട്ടു? ദൈവമായ യേശു ക്രിസ്തു മനുഷ്യരായ യൗസേപ്പിനും മറിയത്തിനും കീഴ്പ്പെട്ടു. അപ്പോൾ തീർച്ചയായും ഒരു പിതാവ് എന്ന നിലയിൽ എല്ലാ ശിക്ഷണവും ഈ ദൈവപുത്രന് യൗസപിതാവ് നൽകി. അതാണ് യൗസപിതാവിൻ്റെ ഏറ്റവും വലിയ ശക്തിയും സ്വാധീനവും. അപ്പോൾ 4ാം കൽപ്പന നമ്മളെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്നതാണ്. ഈ ലോകത്തിൽ പിതാവായ യൗസേപ്പിനെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈശോ വളർന്നത്. അപ്പം അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ യൗസപിതാവ് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പുത്രൻ നിഷേധിക്കുകയില്ല. അത്രയ്ക്കും സ്വാധീനമുള്ള ഒരു വിശുദ്ധനാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. അതുകൊണ്ട് യൗസപിതാവിനോട് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് ലഭിക്കും. യൗസപിതാവിനെ പറ്റി തിരുസഭയിൽ ധാരാളം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ സഭാപിതാക്കന്മാരുടെ സുവിശേഷ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ യൗസപിതാവിൻ്റെ പ്രത്യേകമായിട്ട് പിതൃത്വത്തെ എടുത്തു പറയുന്ന ഭാഗങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഭാപിതാക്കന്മാരോടൊപ്പം തന്നെ മാർപ്പാപ്പമാരുടെ വലിയ ഗ്രന്ഥങ്ങൾ, വലിയ ഡിക്രികൾ, എൻസിക്ലിക്കൽ, ലേയോ 13 മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്ക് ഏറ്റവും വലിയ സംഭാവന വിശുദ്ധ യൗസപിതാവിനെ പറ്റി നൽകിയിട്ടുള്ളത് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. നമുക്കറിയാം, വിശുദ്ധ യൗസപിതാവിൻ്റെ പഠനങ്ങളെ പറ്റിയുള്ളൊരു മാഞ്ഞക്കാർത്ത് എന്ന് തന്നെ പറയാൻ പറ്റും. അദ്ദേഹം പുറപ്പെടുവിച്ച 1989 ഓഗസ്റ്റ് മാസം 15-ാം തീയതി പുറപ്പെടുവിച്ച റെദംതോറിസ് കുസ്തോസ്, രക്ഷകൻ്റെ സംരക്ഷകൻ എന്നുള്ള അപ്പസ്തോലിക പ്രബോധനം. പ്രത്യേകമായിട്ട് ഈ ഒരു വർഷത്തിൽ യൗസപിതാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടുള്ള വർഷത്തിൽ ധാരാളം യൗസപിതാവിനെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനായ വിനായക് നിർമ്മൽ എന്ന ഗ്രന്ഥകാരൻ ഈ വർഷം പുറപ്പെടുവിച്ചിട്ടുള്ള യൗസപിതാവിനെ പറ്റി പുറപ്പെടുവിച്ചിട്ടുള്ളൊരു ഗ്രന്ഥമാണ് യോസഫിലേക്ക് മടങ്ങാനൊരു കാലം. ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥകർത്താവ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത് പിതൃത്വത്തിൻ്റെ പ്രാധാന്യങ്ങളെ പറ്റിയാണ്. യൗസപിതാവ് നല്ലൊരു അപ്പച്ചനാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നും രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം എഴുതുകയാണ്, ഓരോ പുരുഷനും ഒരു കടലാണ്, ഓരോ അപ്പനും ഓരോ കടലാണ്, ഓരോ ഭർത്താവും ഓരോ കടലാണ്. അകലെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആഴവും രൂക്ഷതയും മൂലം നാം അകന്നു നിന്നേക്കാം. പക്ഷേ കടലിലേക്ക് എറിയുന്നതൊന്നും കടൽ തിരിച്ചു തരാതിരിക്കുന്നത് പോലെ പുരുഷന് നൽകുന്നതൊന്നും അവൻ മടക്കി തരാതിരിക്കുന്നില്ല. യൗസപിതാവിനെക്കുറിച്ചുള്ള ചില ഒറ്റപ്പെട്ട ധ്യാനവും ഒറ്റപ്പെട്ട ചില എഴുത്തുകളുമൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും
യോസേപ്പിതാവിനെക്കുറിച്ചൊരു ബുക്ക് എഴുതണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും അത് പെട്ടെന്ന് എഴുതാൻ പറ്റുമെന്നൊരു ധാരണയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് നിമിത്തമായത് ഡിസംബർ 8-ാം തീയതി നമ്മുടെയൊക്കെ അറിയാവുന്ന പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ജോസഫ് വർഷം പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ വാർത്ത വായിച്ചപ്പോൾ അതുവരെ എൻ്റെ മനസ്സിൽ കടന്നിരുന്ന യോസേപ്പിതാവിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉള്ളിലേക്ക് വരികയും യോസേപ്പിതാവിനെക്കുറിച്ചൊരു ബുക്ക് എഴുതണമെന്നൊരു ആഗ്രഹം മനസ്സിൽ മുമ്പ് എന്നത്തേക്കാൾ കൂടുതൽ ശക്തമാകുകയും ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സിൽ യോസേപ്പിതാവിൻ്റെ ഒരു ചരിത്രം പറയുന്ന ഒരു പക്ഷേ വേറെ നല്ല ഈടുറ്റ ഗ്രന്ഥങ്ങൾ പലതും ഉണ്ടാവാം. പക്ഷെ ഞാനത് വിശുദ്ധ യോസേപ്പ് എന്ന ബുക്കിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് യോസേപ്പിതാവ് എന്ന ഭർത്താവിനെയും പുരുഷനെയും അപ്പനെയുമൊക്കെ എൻ്റേതായ രീതിയിലൊരു കാഴ്ചപ്പാടുകൂടി അവതരിപ്പിക്കണമെന്ന ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായി ഞാനെന്ന അപ്പൻ, ഞാനെന്ന ഭർത്താവ്, ഇങ്ങനൊരു ചിന്തയിൽ നമുക്ക് യോസേപ്പിതാവിനെ എങ്ങനെ കാണാൻ സാധിക്കും എന്നൊരു ചിന്തയിൽ നിന്നാണ് യോസേപ്പ് എന്ന ബുക്ക് ഞാൻ എഴുതാൻ തുടങ്ങിയത്. വിശ്വസ്തനായ ഒരാൾക്കും മാത്രമേ ഉത്തരവാദിത്വ ബോധമുള്ളവനും നീതിമാനും ആകാൻ കഴിയൂ. ധാർമ്മികനല്ലാത്ത ഒരാൾക്ക് നീതിമാനാകാൻ സാധ്യവുമല്ല. ദൈവത്തോടും മനുഷ്യരോടും നീതിപൂർവം പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു ജോസഫ്. വിശുദ്ധ ഗ്രന്ഥം യൗസേപ്പിതാവിന് കൊടുക്കുന്ന വലിയ ഒരു ശീർഷകമാണ് നീതിമാൻ എന്നത്. നീതിമാനായ വിശുദ്ധ യൗസേപ്പ്. ഇത് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിലാണ് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. പഴയ നിയമത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നീതിമാൻ എന്ന് പറയുന്നത് നിയമങ്ങൾ അക്ഷരം പ്രതി പാലിക്കുക എന്നതാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ യഹൂദ പാരമ്പര്യത്തിൽ 613 നിയമങ്ങളാണ്. അതിൽ 365 നിയമങ്ങൾ അരുത് എന്നുള്ള നിയമങ്ങളും 248 നിയമങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള നിയമങ്ങളുമാണ്. ഈ 613 നിയമങ്ങളും അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് പഴയ നിയമത്തിൽ നമ്മൾ നീതിമാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ വിശുദ്ധ യൗസേപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ നീതിയുടെ ഒരു നിഴലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫ്രാൻസിസ് മാർപ്പാപ്പ പിതൃത്വത്തെ പറ്റി പറയുമ്പോൾ 7ാമത്തെ സവിശേഷതയായിട്ട് കാണിക്കുന്നത് തന്നെയാണ് എ ഷാഡോ ഓഫ് ഹെവൻലി ഫാദർ. പിതാവായ ദൈവത്തിൻ്റെ ഒരു നിഴലായിട്ട്. അത് ഈ ഒരു നീതിയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് യൗസേപ്പ് പിതാവിനെ പറ്റി പറയുവാനായിട്ട് സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെ നീതിയുടെ ഒരു പ്രതീകമായിരുന്ന യൗസേപ്പ് പിതാവ്. പിതാവായ ദൈവത്തിൻ്റെ നീതി മനുഷ്യരുടെ നീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഈശോ തന്നെ അത് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. വിവിധത്തിൽ ദൈവത്തിൻ്റെ നീതിയും നമ്മുടെ നീതിയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴേ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു വാക്യം ഇതാണ്: ദൈവത്തിൻ്റെ നീതി കാരുണ്യമാണ്, കരുണയാണ്. ഇപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ യൗസേപ്പ് പിതാവ് കാണിച്ച, പരിശുദ്ധ അമ്മയോട് കാണിച്ച കരുണയാണ് അവിടെ നീതിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. കാരണം പഴയ നിയമത്തിലെ നിയമങ്ങൾ അനുശാസിച്ചുകൊണ്ടാണ് യൗസേപ്പ് പിതാവിൻ്റെ നീതി നിലനിന്നിരുന്നതെങ്കിൽ ആ നിയമങ്ങളനുസരിച്ച് താനറിയാതെ ഗർഭവതിയായ പരിശുദ്ധ മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ നിയമങ്ങളോട് വിശ്വസ്തത പാലിക്കുക എന്നതിനേക്കാൾ ഉപരിയായി തൻ്റെ ഭാര്യയായ മറിയത്തോട് കരുണ കാണിച്ചുകൊണ്ടാണ് യൗസേപ്പ് പിതാവ് ഈ നീതി പ്രകടമാക്കുന്നത്. രക്ഷകന്റെ വരവ് സ്വപ്നം കാണുന്ന പ്രവാചകന്മാരുടെ ഉത്കണ്ഠയും പ്രതീക്ഷകളുമെല്ലാം ആ നല്ല പിതാവ് അറിയുന്നുണ്ടായിരുന്നു. ആത്മത്യാഗിയായ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ സംരക്ഷകനാകാൻ കഴിയൂ. ജോസഫ് സംരക്ഷകനായിരുന്നു, മറിയത്തിൻ്റെയും ഉണ്ണീശോയുടെയും. ഉണ്ണിയേശുവിനെ പരിപാലിക്കുവാൻ, വളർത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത
വിശുദ്ധ യൗസേപ്പ് ഇതാ തിരുക്കുടുംബത്തിൻ്റെ പാലകൻ, പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവ്. സഭ ഈ യൗസേപ്പ് പിതാവിനെ അത്യധികമായി ബഹുമാനിക്കുന്നു. നൂറ്റാണ്ടുകളായി മാർപ്പാപ്പമാർ അത് പ്രഘോഷിക്കുന്നു, പഠിപ്പിക്കുന്നു. യൗസേപ്പ് പിതാവിലേക്കുള്ള ഒരു യാത്ര നമുക്ക് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഈ യൗസേപ്പ് പിതാവ് എന്ന ഈ നസ്രത്തിലെ ഓക്കുമരം, അല്ലെങ്കിൽ നസ്രത്തിലെ ഈ തച്ചൻ നമുക്ക് കുടുംബജീവിതം നയിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്കൊക്കെ ഒരുപാട് സ്വാധീനം നൽകുന്നൊരു വ്യക്തി തന്നെയാണ്. ഇപ്പം നമ്മൾക്ക് ചില പ്രതിസന്ധികൾക്ക് മുമ്പ് നമ്മൾ പിറുപിറുത്ത് പോകാറുണ്ട്, മടുപ്പ് അനുഭവിക്കാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്. മക്കളുടെ ചില ദുശാഠ്യങ്ങൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ചില സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് മുമ്പിൽ, ഭാര്യയുടെ ചില കുത്തുവാക്കുകൾക്ക് മുമ്പിൽ, ഇപ്പോൾ നമ്മുടെ ആയിരിക്കുന്ന കുടുംബ വ്യവസ്ഥയെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ശപിച്ചു പോയിട്ടുണ്ടാവാം. ഇങ്ങനെയൊന്നാണല്ലോ. പക്ഷേ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ കുത്തുവാക്കുകളും നിന്ദനങ്ങളും ഇല്ലെങ്കിൽ പോലും ഒരുപാട് പ്രതിസന്ധികൾ ഒരു ഭർത്താവെന്ന നിലയിൽ, അപ്പനെന്ന നിലയിൽ ഒക്കെ അദ്ദേഹം നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ യൗസേപ്പ് പിതാവ് അതിനെ സമചിത്തതയോടെ നേരിടാനും അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുമുള്ള ഒരു സന്നദ്ധതയും മനസ്സിൻ്റെ ഒരു തുറവിയുമൊക്കെ യൗസേപ്പ് പിതാവ് കാണിച്ചിട്ടുണ്ട്. ജോസഫ് എന്ന വാക്കിനർത്ഥം കരുതുന്നവൻ, വളർത്തുന്നവൻ എന്നൊക്കെ തന്നെയാണ്. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ട് സംസാരിച്ച മനുഷ്യനായിരുന്നു ജോസഫ്. തന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടി മറുവാക്കുമിണ്ടാതെ നീതിയുടെ പക്ഷത്തിലൂടെ മാത്രം സഞ്ചരിച്ച വിശ്വസ്തനായ ഒരു അപ്പൻ. കോട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ആത്മീയ യാത്ര എന്ന 200 പേജുള്ള പുസ്തകത്തിൽ ഞാൻ ഒരു കാര്യം വായിച്ചു തോർക്കുന്നു. മരിക്കാൻ കിടക്കുന്ന മാർ യൗസേപ്പ് പിതാവ് യേശുവിനോടും മറിയത്തോടും മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. വളരെ ബുദ്ധിമുട്ടിയാണ്, ഒന്നും ക്ഷമിക്കാനില്ല അവർക്ക്. അവർ വാസ്തവത്തിൽ മാതാവ് കരഞ്ഞുപോയി. 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന മദർ മരിയ സിസീലിയ ബേജിന് ഈശോമിശിഹ വെളിപ്പെടുത്തിയ സന്ദേശങ്ങളുടെ സമാഹാരമാണ് ദ ലൈഫ് ഓഫ് സെൻറ്റ് ജോസഫ്. 2014 അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് ലഭിച്ചു. അത് കേരളത്തിൽ കൊണ്ടുവന്നു. ജോൺ അഗസ്റ്റിൻ എന്ന ഒരു എഴുത്തുകാരനെ ഇത് ഏൽപ്പിച്ചു. അദ്ദേഹം ഏതാനും കന്യാസ്ത്രീകളുടെ, SABS സമൂഹത്തിൽപ്പെട്ട കന്യാസ്ത്രീകളുടെ സഹകരണത്തോടെ ഇതിൻ്റെ തർജ്ജമ പൂർത്തിയാക്കി 2016 ഇത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. യേശുവിനെ സ്വന്തം കരങ്ങളിലെടുത്ത് ചുംബിച്ച, മാറോടണച്ച മറ്റൊരു വിശുദ്ധൻ ലോകത്തിലില്ല. അതുപോലെ യേശുവിന് സംരക്ഷണം നൽകി, യേശുവിന് വിദ്യാഭ്യാസം നൽകി, യേശുവിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഒരു തൊഴിൽ അഭ്യസിപ്പിച്ചു, ഇസ്രായേലിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചു, ഒരു യഹൂദനാക്കി വളർത്തി, അത് മതാത്മകതയിൽ വളർത്തി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും യേശു മനുഷ്യനെന്ന നിലയിൽ ദൈവപുത്രനായ യേശുവിനെ ഈ ലോകത്തിലൊരു പൗരനായി വളർത്തിയത് യൗസേപ്പ് പിതാവാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യേശുവിൻ്റെ പിന്നീടുള്ള പരസ്യ ജീവിതത്തിലെ പ്രബോധനങ്ങളിലെല്ലാം ഒരു വിധത്തിൽ ഇൻഡയറക്റ്റായിട്ട് ഈ പിതാവിൻ്റെ മനോഭാവങ്ങൾ, സ്വഭാവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. സമ്പത്തിൻ്റെ ധാരാളിത്തത്തിൽ നിന്നല്ല, കരുതലിൻ്റെയും സുരക്ഷിത ബോധത്തിൻ്റെയും തണലിൽ നിന്നാണ് തിരുക്കുടുംബം മാതൃകാ കുടുംബമായി മാറിയത്. എന്ത് കിട്ടുന്നു എന്നല്ല, എന്ത് കൊടുക്കുന്നു എന്നതിലായിരിക്കണം നാം മത്സരിക്കേണ്ടത്. നസ്രത്തിലെ കുടുംബം അത്തരമൊരു നന്മയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഞാൻ യൗസേപ്പ് പിതാവിനെ ഈ ബുക്ക് എഴുതുമ്പോൾ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം കൂടിയുണ്ട്. ജോസഫിലേക്ക് മടങ്ങാൻ ഒരു കാലം എന്നാണ് ഞാൻ അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ എന്ന രീതിയിൽ, ഒരു ക്യാപ്ഷൻ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജോസഫിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ പുരുഷൻ, അപ്പൻ എന്നൊരു അവസ്ഥയെ നമ്മൾ പലപ്പോഴും
അമ്മയ്ക്കൊപ്പം നമ്മൾ പലപ്പോഴും പ്രതിഷ്ഠിക്കാറില്ലെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങളുണ്ടാവാം, എങ്കിലും ഭൂരിപക്ഷം നമ്മൾ അമ്മയെക്കുറിച്ചുള്ള സ്തുതികളാണ്, നമ്മൾ അമ്മയെക്കുറിച്ചുള്ള വാഴ്ത്തലുകൾ. പക്ഷേ അപ്പൻ എന്നൊരു കടൽ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നുണ്ട്. പക്ഷേ അമ്മ എന്ന ഒരു പുഴയെ ധ്യാനിച്ച് നമ്മൾ ഒരിക്കലും അപ്പനെന്ന ഒരു കടൽ, പക്ഷേ അപ്പൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ചിന്തകളും അപ്പൻ ആരായിരുന്നു, അല്ലെങ്കിൽ അപ്പൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അപ്പൻ്റെ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൻ്റെ നടത്താൻ വേണ്ടിയുള്ള അപ്പൻ്റെ പ്രയാസങ്ങൾ, ഒരു പക്ഷേ ഒരു പെണ്ണിന് വേണമെങ്കിൽ പലപ്പോഴും കരയാനുള്ള സാഹചര്യം പോലും നമ്മൾ ഒരുക്കാറുണ്ട്. പക്ഷേ ഒരു പുരുഷൻ കരയുന്നത് നമ്മൾ പലപ്പോഴും ഒരു മാനക്കേടായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പുരുഷന്മാരുടെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ച ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഒരുപക്ഷെ തുറന്നു പറയാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും. ഒരുപക്ഷെ തുറന്നു പറഞ്ഞാൽ അത് കേൾക്കുന്നയാൾ എങ്ങനെ സ്വീകരിക്കും, തെറ്റിദ്ധരിക്കുമോ, അല്ലെങ്കിൽ അതേ പറഞ്ഞ രീതിയിൽ സെൻസ് ഉൾക്കൊള്ളാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ പല പല ആകുലതകൾ കൊണ്ട് ഒരുപാട് നിശബ്ദരായി പോകുന്ന ഒരുപാട് പുരുഷന്മാരും നമുക്കിടയിലുണ്ട്. അപ്പോഴും യോസേപ്പ് പിതാവും അത്തരമൊരു അവസ്ഥയിലോട്ട് കടന്നുപോയി എന്ന് നമ്മൾ ചിന്തിക്കണം. യോസേപ്പ് പിതാവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് തോന്നിക്കുന്നതും അദ്ദേഹം നിശബ്ദതയെ ധ്യാനിച്ചിരുന്നു എന്നാണ്. എല്ലാ കാര്യങ്ങളും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ തന്നെ യോസേപ്പ് പിതാവും ചില കാര്യങ്ങളിൽ മിണ്ടാതെ പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉണ്ണീശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ ഉണ്ണീശോയെ ചോദ്യം ചെയ്യുന്നത് അമ്മയാണ്. പക്ഷേ യോസേപ്പ് പിതാവ് തീർച്ചയായിട്ടും ഉള്ളിൽ ആ ചോദ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ യോസേപ്പ് പിതാവിന് വേണ്ടി കൂടി ആവാം മാതാവ് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. എങ്കിലും അങ്ങനെ പറയാതെ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്ന ഒരുപാട് സങ്കടങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഓരോ ഭർത്താക്കന്മാർക്കും അപ്പന്മാർക്കും കുടുംബനാഥന്മാർക്കുമൊക്കെ ജോസഫ് ഒരു ആശ്വാസമായിട്ട് മാറണം. കൂടുതലായിട്ട് നമ്മൾ ജോസഫിലേക്ക് മടങ്ങാൻ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കാതെ തന്നെ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം തന്നെ യോസേപ്പ് പിതാവിനെയും വരും കാലങ്ങളിൽ ലോകവും നമ്മുടെ ആത്മീയ ജീവിതവുമൊക്കെ പ്രതിഷ്ഠിക്കുന്ന ഒരു നല്ലൊരു കാലം, ഒരു ജോസഫ് കാലം വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നതാണ് തിരുവചനത്തിൻ്റെ ഗൗരവപരമായ ഒരു ആഹ്വാനം. നീതി മാത്രം പ്രവർത്തിക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്ത നീതിമാനായ യൗസേപ്പ് പിതാവിൻ്റെ മാതൃക നമ്മുടെ നീതിബോധ ചിന്തകളിൽ പുതിയ ഒരു തിരിച്ചറിവായി മാറട്ടെ. അപ്പോൾ വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധ യൗസേപ്പ് മരണ മധ്യസ്ഥനാണ്. ഈശോ മറിയ യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകും, നല്ല മരണം നൽകും. സ്വർഗത്തിൽ യൗസേപ്പിനോടൊപ്പം മാതാവിനോടൊപ്പം ഈശോയുടെ അടുത്ത് എന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് ക്രിസ്തീയ ജീവിതം ഫലപൂർണ്ണമാക്കി വളരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.